നമ്മുടെ ലിവർ ക്ലീൻ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി വെള്ളമാണിത്. രാവിലെ ആശ്രമത്തിൽ പോകുമ്പോൾ അവിടെ ഇങ്ങനെ ചേച്ചിമാരൊക്കെ ഈ പഴുത്ത ഇല ഇങ്ങനെ പറിച്ച് എടുത്തുകൊണ്ട് പോകുന്ന കാണാം. അപ്പം ഞാൻ ചോദിച്ചു, ഇത് എന്താണ് ഈ ഇലയുടെ പ്രത്യേകത? അപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെ ലിവർ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ലിവറിന് നല്ലതാണ്, ഫാറ്റി ലിവർ, അതിനൊക്കെ ഇത് നല്ലതാണ്, പ്രിവെൻറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അങ്ങനെ അന്വേഷിച്ച് വന്നപ്പോഴാണ് ഇത് ശീലാന്തി എന്ന് പറയുന്ന മരത്തിൻ്റെ ഇലയാണ്, പൂവരശു എന്ന് പറയും. അപ്പം ഈ ഇലയിട്ട് ഗുരുവിന് കുളിക്കാനുള്ള വെള്ളം തിളപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഗുരുവിന് ഈ ഇലയിലാണ് ഇഡ്ഡലി ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അങ്ങനെ രാവിലെ ആശ്രമത്തിൽ പോകുമ്പോൾ ഇപ്പം എന്നും ഒരു 5-6 ഇലയും കൈ പിടിച്ചാണ് ഞാൻ വരുന്നത്. അപ്പം നിങ്ങൾക്കിത് കിട്ടുമെങ്കിൽ നിങ്ങളിതാ ഇതുപോലെ കഴുകി നല്ല വൃത്തിയാക്കി ഈ ഇല ഇട്ട് തിളപ്പിച്ച വെള്ളം എന്നും കുടിക്കൂ കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളുണ്ടല്ലോ, ഇംഗ്ലീഷ് ഗുരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ. അപ്പം അത് കഴിഞ്ഞ് ആശ്രമത്തിൽ പോയി വന്നിട്ട് ഞാൻ ക്ലാസ് എടുക്കുവാണ്. അപ്പം പലരും ചോദിച്ചു, ഞാൻ തന്നെയാണോ ക്ലാസ് എടുക്കുന്നത്? അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഷോർട്ട് നിങ്ങളെ കാണിക്കാം. അപ്പം രാവിലെ 8 മണിക്കുള്ള ക്ലാസ്സാണിത്. ആശ്രമത്തിൽ പോയി വന്നുകൊണ്ട് വെള്ള സാരിയൊന്നും മാറ്റിയിട്ടില്ല, ഡയറക്റ്റ് ഞാൻ ക്ലാസ്സിലേക്ക് കയറി. അങ്ങനെയാണ് നമ്മുടെ ക്ലാസ് നടക്കുന്നത്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പരസ്യമൊക്കെ ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്, പോസ്റ്റേഴ്സൊക്കെ. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപാട് കോഴ്സുകളുണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് ഗ്രാമർ, പിന്നെ ഇംഗ്ലീഷ് പോം റെസിറ്റേഷൻ, എലക്യൂഷൻ, ആങ്കറിങ്, 1-on-1 സ്പീക്കിംഗ് പ്രാക്ടീസ്, ഇതെല്ലാം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട്. സയൻസ് ട്യൂഷനുണ്ട്. ഇതൊക്കെ നമ്മൾ കുഡ് യു എന്ന് വേണം ചോദിക്കാൻ. കുഡ് യു പ്ലീസ്. നേരത്തെ രാജേഷ് പറഞ്ഞത് കറക്റ്റാണ്. നമ്മൾ കുറച്ചുകൂടെ പൊളൈറ്റായിട്ട് ചോദിക്കുന്നത് അവർക്ക് പറ്റുമോ എന്ന് നമുക്ക് അറിയണ്ടേ. കുഡ് യു പ്ലീസ് explain the exercise again? of course I will. അവിടെ ഞാൻ തീർച്ചയായിട്ടും അത് ചെയ്യും. I will explain it once more. ഒരിക്കൽ കൂടി ഇത് ചെയ്യും. അപ്പോൾ ഇനി രാജേഷ് ഈ ഡയലോഗ്സ് ഒന്ന് വായിച്ചേ. ട്യൂഷന് വേണ്ടിയാണെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷിനും ഇംഗ്ലീഷ് ഗ്രാമർ കോഴ്സിനൊക്കെ വിളിക്കുന്നവർ ആദ്യം എൻ്റെ അടുത്ത് ചോദിക്കുന്നത്, മാം തന്നെ ആയിരിക്കുമോ പഠിപ്പിക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ തന്നെ ആയിരിക്കും പേഴ്സണലായിട്ട് ഡയറക്റ്റായിട്ട് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കുട്ടികൾ അവരെ കിട്ടിയാൽ അവരെ ബെസ്റ്റായിട്ട് എനിക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പറ്റും, അവർക്ക് നല്ല മാർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. അത് ഗ്യാരണ്ടിയാണ് കേട്ടോ. പിന്നെ എൻ്റെ ക്വാളിഫിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു 20 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കും, ടീച്ചറിന് എന്താ വേറെ ജോലിയൊന്നും കിട്ടിയില്ലേന്ന്? അതൊരു ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ കാരണം എന്താണെന്നറിയോ, ഞാൻ സത്യത്തിൽ ആശ്രമത്തിൽ സ്കൂളിൽ ജോലി ചെയ്യുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് പുറത്ത് പോയി ജോലി ചെയ്യണമെന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ സ്കൂളിൽ തന്നെ, നമ്മുടെ ആശ്രമത്തിൻ്റെ സ്കൂളിൽ ജോലി ചെയ്ത് ഇത്രയും വർഷങ്ങൾ ഇവിടെ ഇരുന്നു. ഇപ്പോൾ ക്വാളിഫിക്കേഷനെ കുറിച്ച് ചോദിച്ചാൽ പോസ്റ്റ് ഗ്രാജുവേഷനുണ്ട് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ, പിന്നെ നെറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ BEd ഉണ്ട്. ഇത് പോരെ?